അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തജ്വീദുൽ ഖുർആനിലെ 14ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു റാബിയത്ത് അഷർ, 14ാമത്തെ പാഠം, സാദത്തുഹും ഈമാന. നാം ഈ പാഠത്തിൽ ചില സൂറത്തുകളുടെ മഹത്വങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതായത് ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ളതും ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ദിവസവും 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണത്. അതെങ്ങനെയാണ് 17 തവണ? നാം ഓരോ ദിവസവും 5 വക്ത നിസ്കാരങ്ങൾ നിസ്കരിക്കാറുണ്ടല്ലോ. അപ്പോൾ ളുഹ്ർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4, സുബ്ഹ് 2. ഇത് മൊത്തം ടോട്ടൽ ചെയ്താൽ മൊത്തം 17 റക്അത്ത് വരും. ഓരോ റക്അത്തിലും നാം നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹ ഓതിയിരിക്കും. അങ്ങനെ 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നീ നോക്കൂ, സബഉൽ മസാനി, സൂറത്തുൽ ഷിഫാ, സൂറത്തുൽ ദുആ എന്നിങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം പേരുകളുണ്ട്. ഇനി അടുത്ത പേജ് നോക്കൂ. ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്മ് ചെയ്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തുമാണത്, അതായത് ഖൽബുൽ ഖുർആൻ. അതേത് സൂറത്താണ്? അതെ, സൂറത്ത് യാസീനാണ്. മരണാസന്നനായ ആളുടെ അടുത്ത് വെച്ചും മരണപ്പെട്ട ആൾക്ക് വേണ്ടിയും സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. അടുത്ത പാരഗ്രാഫ് നോക്കൂ. 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് എൻ്റെ ഉമ്മത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നു. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ഷഫാത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുൻജിയ, മാനിയ എന്നെല്ലാം അതിന് പേരുകളുണ്ട്. ആ സൂറത്ത് പാരായണം ചെയ്യാതെ ഒരു രാത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറില്ലായിരുന്നു. ആ സൂറത്ത് ഏതാണ്? സൂറത്തുൽ മുൽക്ക്. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപ്പെടില്ല എന്ന് ഹദീസിലുണ്ട്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസിയ്. ഇതുവരെ നമ്മൾ സൂറത്തുകളെ കുറിച്ചാണ് നോക്കിയത്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആയത്തിനെ കുറിച്ചാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. നിസ്കാരശേഷവും രാവിലെയും വൈകിട്ടും അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ആയത്തുൽ കുർസിയെ പതിവാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അടുത്ത പേജ് നോക്കൂ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ആ 2 ആയത്തുകൾ ഏതാണ്? ആമന റസൂൽ. രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നുള്ള രക്ഷയ്ക്കോ അത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം, നഖ്താറു സ്വഹീഹ. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. സൂറത്തു ദുആ എന്ന പേരുണ്ട്. ഓപ്ഷൻസ്: സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്. ചരിത്രം സൂറത്തുൽ ഫാത്തിഹ. 2. ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഖത്ം ചെയ്ത് പ്രതിഫലം ലഭിക്കും. ഓപ്ഷൻസ്: സൂറത്തുൽ ബഖറ, സൂറത്തു യാസീൻ, സൂറത്തുൽ ഫാത്തിഹ. ചരിത്രം സൂറത്തു യാസീൻ. 3. മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. ഓപ്ഷൻസ്: ആയത്തുൽ കുർസിയ്, ആമന റസൂൽ, സൂറത്തു യാസീൻ. ചരിത്രം സൂറത്തു യാസീൻ. 4. ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ഷഫാത്ത് ചെയ്യുന്ന സൂറത്ത്. ഓപ്ഷൻസ്: സൂറത്തു യാസീൻ, സൂറത്തുൽ വാഖിയ,
സൂറത്തുൽ മുൽക്ക്. ചരിത്രം സൂറത്തുൽ മുൽക്ക്. 5. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. ഓപ്ഷൻസ്: 10,000-ൽ പരം, 7,000-ൽ പരം, 6,000-ൽ പരം. ചരിത്രം 6,000-ൽ പരം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം. നുജിബ് ബികലിമത്തിൻ വാഹിദ. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 1. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ എത്ര? ഉത്തരം 114. 2. ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. 3. സൂറത്തുൽ ഫാത്തിഹ ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ഓരോ ദിവസവും നിർബന്ധമായും എത്ര തവണ പാരായണം ചെയ്യണം? ഉത്തരം 17 തവണ. 4. ഖൽബുൽ ഖുർആൻ എന്ന പേരുള്ള സൂറത്ത് ഏത്? ഉത്തരം സൂറത്ത് യാസീൻ. 5. മുൻജിയ, മാനിയ എന്നൊക്കെ പേരുള്ള സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ മുൽക്ക്. 6. പാരായണം ചെയ്യുന്നവന് ദാരിദ്ര്യം പിടിപ്പെടില്ല. ഏത് സൂറത്ത്? ഉത്തരം സൂറത്തുൽ വാഖിയ. 7. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്? ഉത്തരം ആയത്തുൽ കുർസി. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം. നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറയപ്പെടുന്ന മറ്റ് 4 പേരുകൾ. ഉത്തരം ഉമ്മുൽ ഖുർആൻ, സബഉൽ മസാനി, സൂറത്തുൽ ഷിഫാ, സൂറത്തുൽ ദുആ. രണ്ടാമത്തെ ചോദ്യം. സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച 2 സന്ദർഭങ്ങൾ. ഉത്തരം മരണാസന്നനായ ആളുടെ അടുത്ത് വെച്ചും മരണപ്പെട്ട ആൾക്ക് വേണ്ടിയും. അടുത്ത പേജ്. മൂന്നാമത്തെ ചോദ്യം. ആമന റസൂൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഉത്തരം ആമന റസൂൽ രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സൂറത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നുള്ള രക്ഷയ്ക്കോ അത് തന്നെ മതിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം. നക്തുബു ഫിക്ര പാരഗ്രാഫ് തയ്യാറാക്കാനുള്ളതാണ്. 1. സൂറത്തുൽ മുൽക്കിൻ്റെ മഹത്വം. അപ്പം നോക്കൂ, 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് എൻ്റെ ഉമ്മത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നത് സൂറത്തുൽ മുൽക്കിനെ കുറിച്ചായിരുന്നു. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ഷഫാത്ത് ചെയ്യുന്ന സൂറത്താണത്. അവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുൻജിയ, മാനിയ എന്നെല്ലാം ആ സൂറത്തിന് പേരുകളുണ്ട്. ആ സൂറത്ത് പാരായണം ചെയ്യാതെ ഒരു രാത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ലായിരുന്നു. 2. സൂറത്തുൽ വാഖിയയുടെ മഹത്വം. അപ്പം നോക്കൂ, മൻ ഖറഅ സൂറത്തുൽ വാഖിയ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപ്പെടില്ല എന്ന് ഹദീസിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തുന്നു. അവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു സഹായം തരാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയിച്ചപ്പോൾ തനിക്കത് ആവശ്യമില്ലെന്ന് പറഞ്ഞു. താങ്കളുടെ പെൺമക്കൾക്ക് ആ സഹായം ഉപകരിച്ചേക്കും എന്ന് വീണ്ടും അറിയിച്ചപ്പോൾ തൻ്റെ പെൺമക്കൾ നിത്യവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ദാരിദ്ര്യം പിടിപ്പെടുമെന്ന് താൻ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ വാഖിയ. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം. തഖ്സീസ്. അതിൽ ഒന്നാമത്തത്. നഖ്റു സൂറത്ത് നിസാ. സൂറത്ത് നിസാ പാരായണം ചെയ്യണം. 122 മുതൽ 176 വരെ. മമുറാത്തി ഖവായിദി തജ്വീദ്. തജ്വീദ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. കൂട്ടുകാരെല്ലാവരും സൂറത്തു നിസാ എടുത്തില്ലേ? ഖുർആനിൽ 4ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 122ാമത്തെ ആയത്ത് വല്ലസീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇത് മുതൽ 176ാമത്തെ ആയത്ത് യസ്തഫ്തൂനക എന്ന് തുടങ്ങുന്ന ആയത്താണ്. 122 മുതൽ 176 വരെ. കൂട്ടുകാർ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. തഖ്സീസിൽ രണ്ടാമത്തത്. നഖ്റു സൂറത്ത് യാസീൻ വൽ മുൽക്ക് വൽ വാഖിയ വമുറാത്തി ഖവായിദി തജ്വീദ്. തജ്വീദ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ ഈ 3 സൂറത്തുകളും പാരായണം ചെയ്യണം. കൂട്ടുകാരെല്ലാവരും സൂറത്ത് യാസീൻ എടുത്തില്ലേ? ഖുർആനിൽ 36ാമത്തെ സൂറത്താണിത്. ഈ സൂറത്ത് കൂട്ടുകാർ പാരായണം ചെയ്യുക. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ മുൽക്ക് എടുത്തില്ലേ? ഖുർആനിൽ 67ാമത്തെ സൂറത്താണിത്. ഈ സൂറത്ത് കൂട്ടുകാർ പാരായണം ചെയ്യുക. ഇനി കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ വാഖിയ എടുത്തില്ലേ? ഖുർആനിൽ 56ാമത്തെ സൂറത്താണിത്. ഈ സൂറത്ത് കൂട്ടുകാർ പാരായണം ചെയ്യുക. തഖ്സീസിൽ മൂന്നാമത്തത്. ഹിഫ്ലാക്കാനുള്ളതാണ്. സൂറത്ത് യാസീൻ
79ാമത്തെ ആയത്ത് മുതൽ 83ാമത്തെ ആയത്ത് വരെ. വസൂറത്തുൽ വാഖിയ 91ാമത്തെ ആയത്ത് മുതൽ 96ാമത്തെ ആയത്ത് വരെ. കൂട്ടുകാരെല്ലാവരും സൂറത്തു യാസീൻ എടുത്തില്ലേ? ഈ സൂറത്തിൽ 79ാമത്തെ ആയത്ത് ഖുൽ യുഹ്യീഹല്ലദീ തുടങ്ങുന്ന ആയത്താണ്. ഇത് മുതൽ 83ാമത്തെ ആയത്ത് ഫസുബ്ഹാനല്ലദീ 79 മുതൽ 83 വരെ കൂട്ടുകാർ ഹിഫ്ളാക്കുക. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ വാഖിയ എടുത്തില്ലേ? ഈ സൂറത്തിൽ 91ാമത്തെ ആയത്ത് ഫസലാമുൽ ലക. ഇത് മുതൽ 96ാമത്തെ ആയത്ത് ഫസബ്ബിഹ് ബിസ്മി തുടങ്ങുന്ന ആയത്താണ്. 91 മുതൽ 96 വരെ കൂട്ടുകാർ ഹിഫ്ളാക്കുക. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.